നായകനിരിക്കുകയല്ലേ അടുത്ത സിനിമ ഓടിക്കാത്ത ഷോർട്ട് ഫിലിം സിനിമയെ കുറിച്ച് തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞ സിനിമ പോസ്റ്ററിലൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ കാണും. അത് ചതിയില് ചതി എന്ന് പറഞ്ഞ ചെയ്തിരുന്നില്ലേ ഞാൻ? അത് ഷോർട്ട് ഫിലിം അല്ലേ? ഷോർട്ട് ഫിലിം. ഇപ്പൊ ചതി മുഴുവൻ ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ വേറെ ഷോർട്ട് ഫിലിമിലൊക്കെ പോയി അഭിനയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോയി ഗ്ലാമർ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒറ്റക്ക അല്ല, വിഷ്ണു കൊച്ചിക്കാരന്റെ. അത് ഞാൻ ചോദിക്കാറായിരുന്നു. നിങ്ങൾ ഭയങ്കര ഗ്ലാമർ വേഷമായിട്ടാണല്ലോ ഇപ്പൊ നടക്കുന്നത്. ഗ്ലാമർ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒറ്റക്ക അല്ല, വിഷ്ണു കൊച്ചിക്കാരന്റെ. അത് ഞാൻ ചോദിക്കാറായിരുന്നു. നിങ്ങൾ ഭയങ്കര ഗ്ലാമർ വേഷമായിട്ടാണല്ലോ ഇപ്പൊ നടക്കുന്നത്. എന്തിനാ ഇപ്പൊ റീച്ച് കുറഞ്ഞോണ്ടാണോ? ഇല്ല, പുള്ളിക്കാരത്തി ഇപ്പൊ എന്തോ ക്രീമും മരുന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു പുഴയിലെങ്ങാണ്ട് പോയിട്ട് അത് മറ്റേ ഒരു മസാജിങ് വീഡിയോ ചെയ്താണ്. അത് നമ്മള് വേറൊരാളെ കളിയാക്കി, പേര് പറയല്ല, വേറൊരു മസാജിങ് വീഡിയോ ചെയ്തായിരുന്നു. പേര് പറയണ്ട വേറെ കേസോ. അപ്പൊ നമ്മളെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ഒരുപാട് പേര് കളിയാക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. ആ മസാജിങ് വീഡിയോ വെച്ചിട്ട് ആരാന്ന് പറയണ്ടല്ലേ? എനിക്കറിയില്ല, പറഞ്ഞുതരാം. ഒരു ബ്ലോഗ് ചെയ്യാതായിരുന്നു. അപ്പൊ ഒരുപാട് പേര് പുറത്തു പോയിട്ട് മസാജിങ് ചെയ്യുന്നുണ്ട് മലയാളികൾ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അവരെ കളിയാക്കി ചെയ്ത വീഡിയോ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ ഒരു പക്ഷെ അത് കൊണ്ടുപോയി ഞങ്ങൾ അത് ചെയ്തു. പക്ഷെ അത് ഭയങ്കര, പക്ഷെ അത് പൈസ ഉണ്ടാക്കിയത് മീഡിയാസ് ആട്ടാ. നമുക്കൊരു 10 രൂപ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അവർക്ക് ഞങ്ങൾ ചോറും മേടിച്ചു തന്ന്, വേറെ ഒന്നും പൈസ വണ്ടി ചെലവ് എടുത്തു. വണ്ടിയിൽ അവര് കൊണ്ടുപോയി, അവര് ചോറും മേടിച്ചു തന്നു. സത്യം പറഞ്ഞാൽ ഇതില് ഞാൻ ഓട്ടോ ഓടിച്ചിട്ട് എന്റെ വരുമാനം ചെയ്യണം. പിന്നെ പെരയുടെ കൂടെ പോകുമ്പോൾ ആറാട്ടിന്റെ കൂടെ പോകുമ്പോൾ എനിക്ക് പൈസ തരുന്നത് അവര് പല സ്ഥലത്തും ഓട്ടം വിളിച്ചു പോകുമ്പോ ഇവര് ചിലപ്പോ കാറിന് പോകാനുള്ള പൈസ ഉണ്ടാവില്ല. അപ്പൊ ഓട്ടോറിക്ഷക്ക് പോകാന്നും പറഞ്ഞ് ഒരു ദിവസം മൊത്തം കറങ്ങണമെങ്കിൽ 500 രൂപക്ക് പെട്രോൾ അടിച്ചു തന്നിട്ട് ആ പെരയിലായാലും അവരിപ്പോ അവര് ഗൂഗിൾ പേ എടുത്ത് നോക്കിയാലും ഗൂഗിൾ പേയിൽ കംപ്ലീറ്റ് കിടക്കുന്നത് 500 വെച്ചാ ഒരു ദിവസത്തെ വർക്കിൽ. അവർക്ക് അലഞ്ചോസിന് ബർത്ത്ഡേ വിഷ് കിട്ടുന്നുണ്ട്. അല്ല, ഒരു മാസം ആൾക്ക് 2 ലക്ഷം രൂപയുടെ അത്രയൊന്നുമില്ല. ഒരു ദിവസം 5000-6000 രൂപ കിട്ടുന്നുണ്ട് പെർ ഡേ. ഒരു ദിവസം 800-500 വരെ ബർത്ത്ഡേ വിഷ് ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോണിൽ വരുമ്പോ അത് ദുബായ് അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ദിവസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും നമ്മള് ചിലപ്പോ നമ്മള് ഇപ്പൊ അവന്റെ കഥ പറയുമ്പോ നമ്മള് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കാന്നൊക്കെ ഇവൻ അവരോട് പറയുമ്പോ ചിലപ്പോ 2000 എന്നുള്ള ചിലപ്പോ 3000 ഇട്ട് കൊടുക്കും. അങ്ങനെ ആള് ഡിമാൻഡ് ചെയ്യും. അങ്ങനെയുണ്ട്. അവര് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന മാത്രമല്ല, വേറൊരു പൈസ കൊടുത്താലേ അവൻ. അഭിലാഷ് ആട്ടയത്തിന് ബർത്ത്ഡേ വിഷ് ഒന്നും കിട്ടണമെന്നില്ല. പുള്ളി നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ട്. നോട്ടീസ് എടുത്തിട്ട് ഓരോ റോഡുകളിൽ കൊണ്ടിട്ട് ഇങ്ങനെ കൊടുക്കണ പരിപാടി ഉണ്ട്. ഡെയിലി കടകളില് റോഡുകളിലൊക്കെ എത്രയോ പേര് എന്തെല്ലാം ജോലി. അപ്പൊ പുള്ളിക്ക് അതിന് വരുമാനം ഉണ്ട്. 1000 രൂപ വെച്ച് കിട്ടുന്നത് പുള്ളി ആ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. അതുകൂടി മനസ്സിലാക്കണം. ഇപ്പൊ ഞാനായാലും വണ്ടി ഭയങ്കര വ്യത്യസ്തമായ നായികമാരെ കിട്ടുമല്ലോ എല്ലാ ദിവസവും. ചേട്ടാ അത് ഞാൻ പറയട്ടെ, ഇപ്പൊ വൈറലായി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വൈറലായി എത്ര പെണ്ണുങ്ങള് എനിക്ക് മെസ്സേജ് അടക്കണമെന്ന് അറിയോ? ചേട്ടൻ്റെ കൂടെ വീഡിയോ ചെയ്യണം. പക്ഷെ ഞാൻ എന്തുകൂടെ ചെയ്യാത്തതെന്ന് അറിയാം. ആരുടെ മെസ്സേജ് അടക്കുന്നു? ഒരുപാട് പെണ്ണുങ്ങൾ മെസ്സേജ് അടക്കാറുണ്ട്. എത്ര വയസ്സുള്ളവര്? വയസ്സ് ചേട്ടാ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല, ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല പിടിച്ചെന്നൊക്കെ പറയുമ്പോ ആകെ നമ്മളും പെട്ടുപോകും. അനുഭവം ഉണ്ടല്ലേ? അനുഭവം ഇല്ല. അലൻ ജോസിന്റെ ഇതില് ഞാൻ ഒരു വീഡിയോ കണ്ടുകൊണ്ടിട്ട് പുള്ളി കിടന്ന് മെഴുകണായിരുന്നു. ഒരു പെണ്ണ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞപ്പോ തന്നെ അവൻ കിടന്ന് കരഞ്ഞ് മെഴുകി. അത് വൈകിട്ട് വൈറലായതാ. അപ്പൊ നമ്മ അതൊക്കെ കണ്ടു വന്നതാണ് ഇവന്റെ കൂടെ. അപ്പൊ ഞാൻ ആകെ വീഡിയോ കൂടുതൽ ചെയ്ത് നിഷയുടെ കൂടെ ചെയ്തേക്കണം. നിഷ ചെയ്യുമ്പോ വലിയ കുഴപ്പമില്ല. നിഷ വരുമ്പോ അല്ല അങ്ങനെയല്ല, നമ്മള് അങ്ങനെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷക്ക് എന്നെങ്ങാട്ടെ പ്രായമുണ്ട്. സൗഹൃദം മാത്രമല്ല നമ്മള് ഇപ്പൊ ഈ വീഡിയോ കാണുന്നവര് ഒരുപാട് വൃത്തിയുടെ കമന്റ് ഇട്ടുണ്ട്. പ്രണയിച്ചിരുന്നോ ചെറിയ കാലത്ത്, കുട്ടിക്കാലത്ത്, യുവതിയായിരുന്ന സമയത്ത്? ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ ലവ് ആണ്. ഉണ്ട്. അത് പുറത്ത് വേറെ ആള് ദുബായിലുള്ള ഒരു ചേട്ടനായിട്ട് പ്രണയത്തിലാണ് പുള്ളിക്കാരി പണ്ടാരടക്കാൻ. എല്ലാരും അത് നമ്മള് അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം. ചോദിച്ചോട്ടെ, എനിക്കറിയില്ല, പറഞ്ഞു തന്നെ. ഫാമിലി കാര്യങ്ങൾ എങ്ങനെയാ? ഫാമിലിയൊക്കെ അവിടെ വേറൊരു സൈഡിൽ കൂടെ പോകുന്നു. അതും സോഷ്യൽ മീഡിയ ആയിട്ട് യാതൊരു വിധ ബന്ധമില്ല. ഞാൻ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോ എനിക്ക് എന്റെ ഫാമിലി കാര്യം ഇവരൊക്കെ ഫോൺ വിളിക്കും, ഞാൻ എടുക്കില്ല. ഇല്ല, അത്ര അർജന്റാണ്. ഇവർ ഒരുപാട് വോയിസ് കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രം ഞാൻ എടുത്തിട്ട് മറുപടി പറയും. അപ്പൊ ഞാൻ പറയും ഞാൻ വീട്ടിലാണ്, പിന്നീട് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ അല്ല, അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഫാമിലിനെ എനിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് മറ്റുള്ളവരെ തെറി കേൾപ്പിക്കാനോ ചീത്ത കേൾപ്പിക്കാനോ ഒന്നും എനിക്ക് താല്പര്യം. എനിക്കറിയാം. എനിക്കറിയാം. ഞാൻ വായിക്കാറുണ്ടോ?
ചില കമന്റുകളൊക്കെ. അത് ഇഷ്ടമാണോ വായിക്കുന്നത്? ഇല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ചിലതിനൊക്കെ എനിക്ക് അങ്ങ് ദേഷ്യം വരും. വിഷ്ണു കമന്റ് ഒക്കെ വായിക്കോ? വിഷ്ണു ഭയങ്കര ശരിയാ കമന്റ് വായിച്ചിട്ട് ഈ നമുക്ക് പച്ചത്തെറി കേട്ടിട്ടോ? വിഷ്ണു അതൊക്കെ ഒരു ജോക്ക് മൈൻഡിൽ എടുക്കുന്നതാ. അതായത് അപ്പൊ അതുകൊണ്ട് വിഷ്ണു ചില കമന്റ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കും കമന്റ് വായിച്ചിട്ട്. ശരി, നമുക്ക് ഇവിടെ വരാം. പക്ഷെ എനിക്ക് ചില കമന്റ് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അതായത് പ്രാന്ത് പിടിക്കാന്ന് പറയില്ലേ, അപ്പൊ ഞാൻ അതിന്റെ അടിച്ചതുകൊണ്ട് എനിക്ക് 4 തെറി പറയാതെ ഉണ്ട്. എന്റെ പല്ലിനെ പറയുന്നുണ്ട്, പല്ലിനെ പറയുന്നുണ്ട്, പിന്നെ കുള്ളത്തിന്ന് വിളിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബോഡി ഷേം ചെയ്തേക്കണ കൂട്ടത്തിലുള്ളവർ തന്നെ അലിൻ ജോസ് പെരേര എന്നോട് വിളിച്ചിട്ട് പറയാ, നീ ഇനി മേലെ ഇപ്പൊ വഴക്കിടാൻ, ഇപ്പൊ ലാസ്റ്റ് വഴക്കിടാൻ കാരണം നിഷ ഇത്ര നാളെ ഒരു കുഴപ്പമുണ്ടായില്ല. ഉള്ള കാര്യം പറയാം, നിഷയുടെ കൂടെ വീഡിയോ ചെയ്തുകൊണ്ടിട്ടാണ് അലിൻ ജോസ് പെരേര ഞാനിപ്പോൾ വഴക്കിടാൻ കാരണം. അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറയാണ്, നിനക്ക് നാണമില്ല തള്ളയുടെ പ്രായമുള്ളതിനെ വെച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ട്, നിങ്ങൾ ഭയങ്കര ബൾഗറായിട്ടുള്ള വീഡിയോസാണ് ചെയ്തത്. അപ്പൊ ഇവൻ അതിലും വലിയ വൃത്തിയായിട്ട് വീഡിയോസ് ചെയ്തവനാണ് ഇവൻ. അപ്പൊ ഞാൻ നിഷയുടെ കൂടെ ചെയ്ത് ഭയങ്കരമായിട്ട് വൈറലായി കഴിഞ്ഞപ്പോ അവന് ഇപ്പൊ നിഷ യൂബറും വിളിച്ച് കാറുമായിട്ട് എന്റെ വീട്ടിൽ വന്നു. ചേച്ചി വാ നമുക്ക് റീൽസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അല്ല ഇവിടെ ഞാൻ എനിക്ക് റൂമുണ്ട്. എന്നിട്ട് ആ വീഡിയോ ഞാൻ ചെന്നു ഒരു മീഡിയയുടെ മുന്നിൽ ചെയ്തു. അത് 2 മില്യൺ അടിക്കുകയും ചെയ്തു അന്ന് തന്നെ. 24 മണിക്കൂർ ഞങ്ങളുടെ വീഡിയോ 5 മില്യൺ വരെ കയറി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് കുറെ റിയാക്ഷൻ വീഡിയോസ് വന്നു. അപ്പൊ ഇവന് പേടി, ഞങ്ങൾ ഇവന്റെ മേളിൽ കയറുവോ അല്ല നിഷ, റീച്ച് കയറി. അപ്പൊ ഇവൻ വിളിച്ച് നിഷനോട് പറയാ, നിങ്ങൾക്ക് റീച്ച് കയറിയോണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് പ്രോഗ്രാമൊക്കെ വന്നിട്ട് അവൻ തട്ടിക്കളയുകയൊക്കെ ചെയ്തു. പ്രോഗ്രാം വന്നായിരുന്നു ഒരു ചാനലിൽ, ഞങ്ങളെ പരിപാടി രണ്ടുപേരോട് വിളിച്ചായിരുന്നു. എന്ത് പരിപാടിയാ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ ഈ വിളിച്ചു കഴിഞ്ഞപ്പോ ഇവൻ എടുത്തായിരിക്കും ഇതൊക്കെ വൈറലായപ്പോ, ഈ ഇത്ര വീഡിയോസ് വൈറലായി കഴിഞ്ഞപ്പോ ഞങ്ങളൊരു കോമഡി സാധനം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ വിളിക്കുന്നവർക്ക് ഒരു ആക്സസ് ഉള്ളത് അലിനാണ് ഏറ്റവും കൂടുതൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം എന്റെ ഇൻസ്റ്റാഗ്രാം അടിച്ചുപോയി, ഫേസ്ബുക്ക് അടിച്ചുപോയി. പുള്ളിക്കാരത്തിന് അത്ര കയറി വരുന്നേ ഉള്ളു, 3000 ഫോളോവേഴ്സ് എങ്ങാണ്ടുള്ളു പുള്ളിക്കാരത്തേക്ക്. അപ്പൊ അത്ര ഉള്ളതുകൊണ്ടിട്ട് പുള്ളിക്കാരത്തി അത്ര ഇതുമല്ല. അപ്പൊ ഈ പെരേരനാണ് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ചെയ്യണം ഞങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ. അപ്പൊ ഇവൻ എടുത്തായിരിക്കും പറയാ, ഞങ്ങള് വൾഗറായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഞാനും എന്റെ പപ്പയും കൂടി വരാം, അവരെ വിളിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അയാളെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോ പുള്ളി പറയാ, എടാ നിങ്ങളുടെ ഒരു നമ്പർ ഒരു വർക്ക് ഉണ്ടായിരുന്നു, ആ വർക്കിന് വേണ്ടിയിട്ട് ഇവനോട് നിങ്ങളുടെ നമ്പർ വെച്ചിട്ടുള്ള അവർ തന്നില്ല, നിങ്ങൾ മറ്റേ കൊള്ളൂല്ലാത്ത വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഞാനും എന്റെ പപ്പയും കൂടി വരാം. രണ്ടും കോമാളിയാ, മനസ്സിലായ? ആ രണ്ടും കോമാളിയായിട്ട് നമ്മളെ കളിയാക്കണ്. പിന്നെ അവന് ഓരോ കണ്ടന്റ് വീഡിയോ ചെയ്തു കൊടുത്ത ഞാനാ, ഈ സിനിമ പ്രൂഫ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത ഞാൻ. ഇപ്പൊ ശരിക്കും പിരിഞ്ഞു. ഞാൻ പിരിഞ്ഞിട്ടില്ല. നിഷക്ക് പിന്നെ വേറെ വഴിയില്ല. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടല്ല, ഞാൻ അവരുടെ ഒന്നും മേടിക്കുന്നില്ല. പൈസ കാര്യങ്ങൾ എല്ലാം ഞാൻ ഫ്രീ ആയിട്ടാ അവരുടെ കൂടെ അഭിനയിക്കുന്നൊക്കെ. ഞാൻ പിരിഞ്ഞു. അപ്പൊ എന്താ വരുമാനം എന്താ നിഷയുടെ? അല്ല, എനിക്ക് എന്റെ വീട്ടിൽ നിന്നുള്ള ഇതൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ തോട്ടം. എനിക്ക് തോട്ടം തൊഴിലാളിയല്ലേ? ഞാൻ ചെറിയ രീതിയിൽ റിച്ചാ. അപ്പോഴത്തേക്ക് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പൈസ ഒന്നും മേടിച്ചിട്ടൊന്നും അല്ല അവരുടെ. ഞാൻ വണ്ടി ഓടിച്ച ഇറങ്ങിയിട്ടൊന്നുമില്ല. അവര് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ പലരും വന്ന് വിളിച്ചു കഴിഞ്ഞാലും ചേച്ചി എന്റെ കൂടെ എന്തെങ്കിലും വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ആറാട്ടൊന്ന് വിളിച്ചാലോ? വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷെ ആറാട്ടിന് എന്തെങ്കിലും പ്രശ്നം പക്ഷെ വേറെ കാര്യമുണ്ട്, വളരെ മോശമായിട്ട് അവൻ പുള്ളിക്കാരത്തിനെ പറ്റി പറഞ്ഞായിരുന്നു. പുള്ളിക്കാരത്തിലൂടെ വീഡിയോ ആളെ വനിതാ തിയേറ്ററിൽ നിന്ന് മറ്റേ ആരും പിടിച്ചു തള്ളിയ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് ആറാട്ടനെ. ഞാൻ ആറാട്ടിന്റെ വീട്ടിൽ ചെന്ന് മാനേജറുമായിട്ടുള്ള വിഷയം വീഡിയോ കിട്ടിരുന്നു. പക്ഷെ ഫസ്റ്റ് വൈറലാക്കണ ഞാനാണ്. അല്ലേ നിഷയുടെ വൈറലാക്കണ നിഷയുടെ ഞാനിവിടെ ഫസ്റ്റ് കണ്ടന്റ് ഏതാണെന്നറിയോ? നിഷയുടെ കമന്റ് ബോക്സിൽ 1500 രൂപ നിഷന ചോദിച്ചു. അപ്പൊ ഫസ്റ്റ് അത് കയറി റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഞാനാ. ആരുടെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അന്ന് ഞങ്ങൾ കയറിയ പാരലിലൂടെ ഞാൻ ആരുടെ ഞങ്ങളുടെ തമന്നക്കുട്ടി 1500 രൂപ ചോദിച്ചത്. അല്ല നിഷക്കുട്ടീനെ ചോദിച്ചത് ആരാടാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചൂടായി. പിറ്റേ ദിവസം നോക്കുമ്പോ എത്ര മില്യനാ കയറിയത്? അത് 7 മില്യൺ. ഞങ്ങള് സിനിമ കാണാൻ പോയി വനിതയില്. അപ്പോഴാണ് എനിക്ക് ഇത് വിഷ്ണുവിനല്ല, കേരളത്തിലെ ആൺകുട്ടികളുടെ പേടി സ്വപ്നം തമന്ന. അയ്യോ എന്താ റിയാക്ഷൻ വീഡിയോ വന്നത്? അത് പറയുമ്പോൾ എക്സ്പ്രഷൻ കണ്ട. അല്ല എന്താ റിയാക്ഷൻ വന്നത്? എനിക്കല്ലേ ഇത് മൊത്തം പ്രശ്നം. ഒരുപാട് പേര് റിയാക്ട് ചെയ്തായിരുന്നു. അല്ല ഈ ആറാട്ടിന്റെ കാര്യം എന്താ പറഞ്ഞ? ആളെ എന്തോ അപമാനിച്ചു എന്ന് പറഞ്ഞു. അപമാനിച്ചു എന്ന് പറയുമ്പോ ഞാൻ ആറാട്ടിന്റെ അടുത്ത് പോയി. അല്ല അങ്ങനെയല്ല, പുള്ളിക്കാരൻ എന്നെ അപമാനിച്ചിട്ടൊന്നുമില്ല. അല്ല കമന്റ് വന്നപ്പോ അത് റിയാക്ട് ചെയ്ത് ഫസ്റ്റ് വൈറലായത് അങ്ങനെയാണെന്ന് പറഞ്ഞ ഞങ്ങള്. പുള്ളിക്കാരത്തിന് 1500 രൂപ കിട്ടുമെന്ന് ചോദിച്ചു കൊടുത്ത കമന്റ് ഇട്ട് അത് റിയാക്ഷൻ വീഡിയോ ഞങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോഴാണ് നിഷനെ ഞാൻ വൈറലാക്കണത്. ഫസ്റ്റ് നിഷ അത്ര വൈറലായിട്ടില്ല, അതിൽ കയറി ഞാൻ പിടിച്ച്
ആരുടെ ഞങ്ങളെ നിശക്കുട്ടീനെ 1500 അല്ല, അന്ന് ചോദിച്ചാൽ വയറും ചന്തി ഇതുപോലെ ഞാൻ കോമളത്തരൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു മാസം മുന്നേ വരെ ആള് കോമാളിത്തരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അന്നൊക്കെ ഞാൻ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസർ പിന്നെ എന്നുള്ള ഒരു ഈ ഇമേജിൽ നിങ്ങളുടെ പാരലൽ യൂണിവേഴ്സിറ്റിയുള്ള എല്ലാവരോടും അഭിനയിക്കുന്നുണ്ട്. അഭിനയത്തിന്റെ മൂർധന്യ തലങ്ങൾ മാത്രമേ നമ്മൾ കാരണം കാണുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇത്രയും നാളായിട്ടും പുള്ളിക്കാരത്തിനെ ശരിക്കും പറഞ്ഞാൽ അവഗണിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പല അതായത് പുള്ളിക്കാരത്തി ഞാൻ നിഷേന പലരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിഷേന വെച്ചിട്ട് ഹോട്ടലിലേക്ക് ഒരു ഭക്ഷണം കഴിച്ചാൽ നിഷ പൈസ കൊടുക്കും. അങ്ങനെ പല കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിത് പുറത്തുനിന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. പറയട്ടെ, അങ്ങനെ റിച്ചിന്റെ അല്ല ഞാൻ പറഞ്ഞേക്ക്. അപ്പൊ അങ്ങനെ മുതലാക്കുമ്പോ പലരും എന്നോട് പറയും, ഓ നിഷനെ വെച്ചിട്ട് ഈ പെരേര തന്നെ ഓവറായിട്ട് നിഷനായിട്ട് ചെയ്യണ്ടാ, കാര്യം നിഷ അത് ശരിയാവൂല. അപ്പൊ അവഗണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നിഷനോട് പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു തല്ലുപിടുത്തം ഉണ്ടാക്കണ പോലെ ആയിപ്പോ. അപ്പൊ പല വീഡിയോയിലും ഞാൻ വിളിക്കാം, നിഷനെ വിളിക്ക്, നമ്മുടെ കൂടെ അതായത് വിശ്വസിച്ച് നിർത്താൻ പറ്റിയത്, അതായത് നമ്മളെ ചതിക്കില്ല എന്നൊരു തോന്നലുള്ളത് എനിക്ക് നിശ്ചയം മാത്രമേ ഉള്ളൂ. പല പെണ്ണുങ്ങളും വന്നിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്, പിറ്റേ ദിവസം വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എന്നെ വിളിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ആക്കി പെരേരുടെ കൂടെ ഉള്ള ഞാൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, പെരേരൊക്കെ അറിയാം ഒരു പെണ്ണ് ടർസിന്റെ മേളിൽ നിന്ന് ചാടിച്ചാവാൻ പോയി. സീരിയസ് ആയിട്ട് പറഞ്ഞതാ. കാര്യം എന്താ വെച്ചാൽ അവന്റെ കൂടെയുള്ള വീഡിയോ ഡിലീറ്റ് ആക്കണമെന്ന് പറയും. അറിയാണ്ട് ചെയ്തു പോയതാ ചേട്ടാ, എനിക്കത് ഡിലീറ്റ് ആക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അറിയാണ്ട് ചെയ്തു പോകണം. ഇവർക്ക് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള പരിചയം കൊണ്ട് പെരേര എല്ലാ പെണ്ണുങ്ങളോടും ആദ്യം ചോദിക്കുന്നത് നമുക്കൊരു റീൽ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം കൊണ്ട് പെണ്ണുങ്ങൾ വിളിച്ചിട്ട് കരയണം. പല മീഡിയക്കാരും വേണമെങ്കിൽ പല പെണ്ണുങ്ങളുടെയും വീഡിയോ പിറ്റേ ദിവസം ഉണ്ടാവൂല, ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ ഒരു കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ പെരേരനോട് പറഞ്ഞു ഏത് ലോകം ഇത് പെരേരയുടെ കൂടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ആത്മഹത്യ വരെ ശ്രമിച്ചിട്ടുണ്ട്. പെരേരനോട് ചോദിച്ചാൽ മതി, ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യും, ഞാൻ ടെറസിന്റെ മുഖത്ത് നിൽക്കുക, മര്യാദ നിന്നിട്ടുള്ള വീഡിയോ ഡിലീറ്റ് ആക്കുന്നു പറയും. പക്ഷെ ഇത്രയും നാളായിട്ട് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് ദിശയിടിക്കുക. അങ്ങനെ ചോദിക്കാൻ പറഞ്ഞല്ലേ ഏട്ടാ. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ വൾഗാറിറ്റി അല്ലല്ലോ ഒരുപാട് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് കംപ്ലീറ്റ് കോമഡിയാ. ഇത്ര നാള് പെരേരനെ വെച്ച് ഞാൻ ചെയ്യിപ്പിച്ചതാ പല കോമഡി വീഡിയോസുകളും. പിന്നെ അവരവിടെ ചവിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്ന് ഞാൻ നിശ്ചയോട് ചോദിച്ചു. ചെയ്ത് കൂട്ടുന്നത് നിങ്ങൾക്ക് ഒരു ഫെയിം കിട്ടാനാണ്. ശരി, എല്ലാത്തിനും ഇത് കിട്ടാൻ വേണ്ടിട്ട് ഒന്നെങ്കിൽ ബിഗ് ബോസിൽ കയറണം, അല്ലെങ്കിൽ സിനിമ. ബിഗ് ബോസിൽ കയറാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ള? നിഷയുടെ യോഗ്യത ആദ്യം എനിക്ക് യോഗ്യതയുണ്ട്. ഞാൻ ഷോർട്ട് ഫിലിം നിർമ്മിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസറാണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യം പറ്റുമോ? എന്നെ പറയണ്ടേ? ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന ഒരു ആക്ടർ അല്ലേ, ഒരു അഭിനയിക്കുന്ന വലിയൊരു കാര്യമല്ലേ നിർമ്മിക്കുന്നൊക്കെ. അങ്ങനെ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ ഈ ബിഗ് ബോസിലേക്ക് അവരെ വിളിക്കണമെങ്കിൽ അതൊരു സെർട്ടൺ ക്വാളിറ്റീസ് നമുക്ക് വേണ്ടേ? അതായത് ആ ഒരു സാധനം ബിഗ് ബോസിൽ വന്നവരെല്ലാരും ക്വാളിറ്റീസ് ഉള്ളവരാണ്. പറയാം. ഇപ്പൊ എന്നെ അതിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ മുഖം കണ്ടാൽ ആ കണ്ടന്റ് ഓടണം. ആ കോണ്ടന്റ് ഓടുന്നില്ല എന്നാണെങ്കിൽ ആ കോണ്ടന്റ് ഓടുന്നുണ്ട്. ഇപ്പൊ അഖിലേട്ടല്ലേ പറയുന്നത്. അപ്പൊ അഖിൽമാരാര് അത് എന്താ പറയാ, ഒരു പ്ലാൻഡ് ഒരു സ്ട്രാറ്റജി വർക്ക് തന്നെയാണ്. അങ്ങനെ അപ്പൊ ഞങ്ങൾ അതേപോലെ ബിഗ് ബോസിനെ തെറി പറയണോന്നാണ് ചേട്ടൻ പറയണ? ഇല്ല, അല്ല, അതിനു വേണ്ടിയാണോ എല്ലാവരും തെറി പറയുന്നത്? ബിഗ് ബോസ് തെറി പറയുന്നു, അപ്പോൾ ഒരു ഫെയിം ആകുന്നു, പിന്നെ അവർ വിളിക്കുന്നു, പോകുന്നു. പക്ഷെ അങ്ങനെ പോയാലും അവർക്ക് അവരുടേതായ പോളിസീസ് ഇല്ലേ? അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉപയോഗം വേണം. ഇപ്പോൾ നിഷ ഇടുക്കിനെ അവിടെ കൊണ്ടുവന്നു, നിഷയ്ക്ക് ഉറപ്പായിട്ടും പോവാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിന് ഒരു ഫെയിം വേണമെന്നൊന്നുമില്ല. ഒരു കോമണർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് കോണ്ടന്റ് ഉണ്ടോ അത് അവിടെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനകത്ത് എത്ര വ്യക്തത വരുത്താൻ പറ്റുമോ അതോടുകൂടി കയറാൻ പറ്റും, ഇല്ല എന്നല്ല. അപ്പോൾ അത് ഒരു ക്വാളിഫിക്കേഷൻ. അല്ലാത്ത ക്വാളിഫിക്കേഷൻ എന്താ? ഒരു ആക്ട്രസ് ആണ്, ഫെയിം ഉണ്ട് എന്നുള്ളത്. ഈ രണ്ട് രീതിയിലും കയറാം. കയറി കഴിഞ്ഞാൽ ഈ കോണ്ടന്റ് ഓടുവോ ഇല്ലേ എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഓടാൻ മാത്രം എന്ത് കോണ്ടന്റ് നിഷയ്ക്ക് അവിടെ കൊടുക്കാൻ പറ്റും ബിഗ് ബോസിൽ? അവിടെ നമ്മൾ കണ്ടന്റ് അല്ലേ കൊടുക്കുന്നത്, എന്ത് കൊടുക്കാൻ പറ്റും? കൊടുക്കാലോ, നമ്മളത് അതിന്റെ അകത്ത് കയറിയപ്പോഴല്ലേ അകത്ത് കയറിയാൽ എന്ത് കൊടുക്കാൻ പറ്റാൻ ചോദിക്കുന്നത്. എന്ത് സോഷ്യൽ മീഡിയ ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കി ഇപ്പോ അഖിൽ മരാറൊക്കെ എങ്ങനെ നിന്നതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും അതിനെ എതിർത്ത് അതൊരു ഫണ്ണായിരുന്നു. ഇപ്പോൾ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഒരു രാഷ്ട്രീയത്തിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുറേ പേർക്ക് അനുകൂലിക്കാം, പ്രതികൂലിക്കാം, എന്തു തന്നെ ആവട്ടെ. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇതുവരെയുള്ള സീസൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്ത എനിക്ക് തോന്നുന്നു ഒരേ ഒരാളായിരിക്കണം. മറ്റെല്ലാ സീസണുകളിലും ചിലപ്പോൾ ഇവർ ജയിച്ചേക്കാം എന്ന് പല ഘട്ടങ്ങളിലും കണ്ടിട്ടാണ്. പക്ഷേ ഇവിടെ അഖിലേട്ടൻ എന്ന് പറയുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ
നിലനിർത്തി. അതുകൊണ്ടാണ് ആ കോണ്ടന്റിന് ബിഗ് വാല്യൂ ബോസിൽ ഉണ്ടായിരുന്നത്. ബിഗ് ബോസിൽ അർഹത ഇല്ലാത്തവർക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട്. രജിത് സാർ ഉണ്ടായിരുന്നു. സാർ ഇതുപോലെ ആയിരുന്നു. കാരണം ആദ്യം മുതൽ നമുക്കറിയാം പുള്ളി വിന്നാവും എന്ന്. പക്ഷെ അവിടെ എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിർത്തിപ്പോയി. ആ, അപ്പൊ അതുപോലെ ഇപ്പൊ നിഷ പോവുകയാണെങ്കിൽ കൊടുക്കുന്ന കോണ്ടന്റിന് ഒരു വാല്യൂ ഉണ്ടാകണ്ടേ? എന്ത് കോണ്ടന്റ് ആയിരിക്കും കൊടുക്കുക? അത് ആ സമയത്ത് അതനുസരിച്ച് വാല്യൂ കൊടുക്കും. അവിടെ നടക്കും പോലെ പോകുന്നു. അല്ല, അതനുസരിച്ച് വാല്യൂ കൊടുക്കും. അവിടെ എന്താണ് ആ സമയത്തുള്ളത് അതനുസരിച്ച് നമുക്ക് അല്ല, content എന്തൊക്കെ കൊടുക്കാൻ പറയാം. പറ്റും. നിങ്ങളൊരു സ്റ്റോറി അവിടെ ഒരു സ്റ്റോറി പറയേണ്ടത്, ലൈഫ് സ്റ്റോറി എന്ന്. നിഷയുടെ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ ഈ ഇതുണ്ട്. ഇതൊരു ബിഗ് ബോസ് ആണെന്ന് വിചാരിക്കും നമ്മൾ ഇരിക്കുന്ന എല്ലാവരും. ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അതിൽ എന്താ? അവിടെ ചില അത് ഫാമിലി കേൾക്കാം. കാര്യങ്ങളൊന്നും പറയില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് കേൾക്കാം. ഇത് ബിഗ് ബോസ് ആണ്, അതിലൊരു റൗണ്ട് ഞങ്ങള് വന്നതും ഇങ്ങനെ ഒരേ അത് കാര്യം പറയേ. ഞാൻ നിഷ ഇടുക്കി അല്ലെങ്കിൽ നിഷ PS, എനിക്ക് പറയാനുള്ള സ്റ്റോറി ഇങ്ങനെയാണ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞങ്ങൾ ആദ്യം മുതൽ സ്ട്രഗിൾ ചെയ്തത് മുതൽ ഞങ്ങൾക്ക് ഉണ്ട്. ഞങ്ങൾ സോഷ്യൽ എന്തെങ്കിലും ഒരു മീഡിയ വരിയല്ല നിഷ പറയുന്നത്. ഇതിപ്പോ ബിഗ് ബോസ് ആണ്. ഇവിടെ നമ്മുടെ ചുറ്റുപാടും ക്യാമറകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതിലെ ഒരു കോൺടസ്റ്റ് എന്ന് പറയുന്ന ഒരു സെഷൻ ആണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്, ഓരോ വ്യക്തിയായി അല്ലേ. അതിലൂടെയാണല്ലോ നമ്മൾ പലരെയും തിരിച്ചറിഞ്ഞത്, പല വ്യക്തികളെയും തിരിച്ചറിഞ്ഞത് അതിലൂടെ. അതുവരെ എല്ലാവരും ഓരോ വ്യക്തികളായിട്ട് കാണുന്നതല്ലേ ഉള്ളൂ. അവരുടെ സ്റ്റോറി നമ്മൾ അറിഞ്ഞത് അങ്ങനെയല്ലേ. അതെ അതെ. നമ്മളെ മറ്റേ ജമ്മു കാശ്മീരിൽ വെടിവെപ്പിന് ഒരു പ്രണയ കഥയൊക്കെ പറഞ്ഞില്ല, ആളുടെ പേര് അനിയൻ എന്നല്ലേ, അങ്ങനെ എന്തോ മനസ്സിലായി പേര് പറയണ്ട. ഓർക്കുന്നില്ല. അനിയനായ അപ്പൊ അതുപോലെ ഒരു പക്ഷെ അത് കത്തി നല്ലോണം. അത് മോഹൻലാല് വരെ ശരിക്കും പറഞ്ഞാൽ മോഹൻലാല് വരെ മുൾമോനെ നിന്ന സംഭവം. ഇതുവരെയുള്ള സീസണിൽ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് പുള്ളി ചോദിച്ചിട്ടും പുള്ളി എപ്പോഴും സമ്മതിക്കാണ്ട് നിന്ന് അവിടെ പിടിച്ചു നിന്ന്. അതൊക്കെയാണ് കണ്ടന്റ്. എനിക്ക് തോന്നുന്നു ആ സീസൺ നല്ലൊരു സീസൺ ആയിരുന്നു. നല്ലപോലെ കാണാൻ ആഗ്രഹിച്ചു. അഖിൽമാരുടെ സീസൺ ആയിരുന്നു കുറച്ചും കൂടി താല്പര്യം എനിക്ക് കാണാൻ. പക്ഷെ ഏറ്റവും കൂടുതൽ കാണാൻ ആകാംക്ഷയോടെ ഇരുന്നത് രജിത് സാറൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. അത് പകുതി വെച്ച് നിർത്തലാക്കി വന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ തോന്നുന്നത് അഖിൽമാരാരുടെയാണ്. അപ്പൊ പറയും നിഷയുടെ കഥ എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഒരു കഥ വേണമല്ലോ. ഞാൻ പറയാൻ പോകുന്ന കഥ ഇത് തന്നെയുള്ളൂ. ആദ്യം മുതൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ടും പിന്നെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയതും ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് കാര്യങ്ങൾ ഇതൊക്കെ ഒരു കണ്ടന്റ് തന്നെയാണ് പറഞ്ഞു വരുമ്പോഴത്തേക്ക്. ഇതൊക്കെ ഒരു കണ്ടന്റ് ആവോ? മറ്റേ അവരൊക്കെ പറഞ്ഞ കഥ കേൾക്കണ്ടേ? പ്രണയ കഥയാണ്. അതങ്ങ് സിനിമയെ പോലെ വെല്ലുന്ന കഥകൾ, സിനിമയെ പോലെ വെല്ലുന്ന രീതിയിലുള്ള കഥകൾ എങ്ങനെ പറയാൻ പറ്റുക? അത്രയും വലിയ ലോകം മൊത്തം കാണുന്ന ഒരു ഷോയിൽ ചെന്നിട്ട് പിന്നെന്താ ഹൈഡ് ചെയ്യാൻ പോണതാണോ അവിടെ? അതൊന്നും പറയില്ല. ഞാൻ ഒരാഴ്ച കഴിയുമ്പോ നിഷ വേറൊരു നിഷയാകും. കയ്യില് മൊബൈല് പോലും തരില്ല. നിങ്ങളുടെ സുഹൃത്തല്ലേ രേണു സുധി? ഇല്ല, ഞാൻ സുഹൃത്തല്ല, അറിയാ ചേച്ചിനെ അറിയാലോ. അവരും സുധിച്ചേട്ടനും ഉണ്ടല്ലേ. സുധിച്ചേട്ടനായിട്ട് ഇവിടെ പരിപാടിയുള്ള സമയത്ത് സുധിച്ചേട്ടന് ഞാൻ തേവരിൽ വരുമായിരുന്നു. ഞങ്ങളുടെ കോമഡിയുടെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കമ്പനി ഉണ്ട് സുധിച്ചേട്ടന്. രേണു ചേച്ചിക്കും അറിയാം, സുധിച്ചേട്ടൻ അറിയാം എനിക്ക് കമ്പനി ഉണ്ടെന്നുള്ള കാര്യം. കുരുവിപ്പാപ്പയുടെ പരിപാടിക്ക് വന്നപ്പോ രേണു ചേച്ചി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബിഗ് ബോസിൽ പോയിട്ടുണ്ടോ? പെരേര ഇതിന് പോയായിരുന്നു, ഏതിന് ഓഡിഷന് പോയായിരുന്നു. പക്ഷെ ഫസ്റ്റത്തെ ഇതിൽ തന്നെ പുള്ളി ഔട്ടായി. പുള്ളി ചോദിക്കണ ചോദ്യത്തിനല്ല പുള്ളി ഉത്തരം പറയണത്. നല്ലതല്ലേ, നല്ല കോണ്ടന്റ് അല്ലേ അത്? പക്ഷെ അത് കോണ്ടന്റ് അല്ലല്ലോ വേണ്ടത്. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ ചേട്ടൻ ചോദിക്കണ ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നത്. അതായത് ചേട്ടൻ പറയുന്ന ടോപ്പിക്ക്, ആ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞ് വേറെ ലോകത്തേക്ക് പോകരുത്. ശരി ശരി. ആ ടോപ്പിക്ക് ഇത് വന്ന നമുക്ക് അവിടെ പോകുമ്പോൾ പറയുന്ന ഒരു കോണ്ടന്റ് ഉണ്ടാവണം. എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് അവിടെ കൊടുക്കാനുണ്ടാവണം. അവർക്ക് ഉപയോഗം വേണം. ആ എന്ത് ഉപയോഗമാണ് നിങ്ങളെ കൊണ്ടുള്ളതെന്നാ ചോദിക്കുന്നത്. നിങ്ങളെ കൊണ്ടെന്നല്ലേ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞ? അത് ഞാൻ വരാം. ഇവിടെ പറയട്ടെന്നല്ലേ പറഞ്ഞേ. ഇതിനു മുന്നേ ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നു, ഞാൻ ഒരിക്കലും ബിഗ് ബോസിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു. അത് അഖിലേട്ട സ്ട്രാറ്റജി അല്ലേ, ഇതൊന്നും ഇനി വർക്കൗട്ട് ആവില്ല. ഇല്ല, ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞ ഞാൻ ബിഗ് ബോസിൽ പോയാൽ പല സിനിമാക്കാരും ഇല്ലല്ലേ, പല സിനിമാക്കാരും പേടിക്കും. കാരണം എന്താന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പല ജോലികളും പല പരിപാടികളും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ജോലികളല്ലേ അല്ല പറയാൻ, അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ കയറി വന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാ. ഒരുപാട് അവഗണനകളും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ പല സിനിമാക്കാരൻ ഡ്രൈവർ ആയിരുന്നു. മനസ്സിലായ? ഈ പല സിനിമാക്കാരൻ ഡ്രൈവർ എന്ന് വെച്ചാൽ പല സിനിമാക്കാർക്കും എന്നെ അറിയാം. ഞാൻ പറയാൻ പോണത് എന്താണ് ഏതാണെന്നുള്ളത് ബിഗ് ബോസിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞോളാം. വിഷ്ണു കൊച്ചിക്കാരനെ സിനിമാ ലോകം പേടിക്കണമെന്നാണ്. പേടിക്കും വെച്ചാൽ കയറുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ പേടിക്കും വെച്ചാൽ പലർക്കും ടെൻഷൻ ഉണ്ടാവും. ഞാൻ എന്ത് പറയും? ഇച്ചിരി പച്ചക്കറി മീനും വാങ്ങി കൊടുത്തതാണ്. അതാണ് അത് കുഴപ്പമില്ലായിരുന്നല്ല.
പിന്നെ അതാണ് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്. എന്താ പിന്നെ എന്താണ് വലിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വലിയ വേണം. അല്ല അഡ്ജസ്റ്റ്മെന്റ് അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചോ? ചോദിച്ചോ? സിനിമാ ലോകത്ത് ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി ചേട്ടാ. നമുക്കുള്ള പേഴ്സണലായിട്ട് പലർക്കും അറിയാം. ഇപ്പൊ എന്നോട് പല ഡയറക്ടർമാരും എന്നെ വിളിച്ചിട്ട് പറയണത് നീ ഇപ്പൊ എന്തിനാ ഈ കോമാളിത്തരം കളിക്കുന്നതിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ചേട്ടന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ചേട്ടൻ ഒരു സിനിമ തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ഞാൻ ചേട്ടന്റെ അടുത്ത് ചോദിച്ചു. ചേട്ടൻ എന്നെ കൂടെ നിർത്തിയിട്ട് ചേട്ടൻ സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് പോലും ചേട്ടൻ ഫോൺ എടുത്തില്ല. ഇപ്പൊ ഞാൻ വൈറലായി കഴിഞ്ഞപ്പോ ചേട്ടൻ ഇങ്ങാട് വിളിച്ചിട്ട് ഇങ്ങാട് കുണപ്പിക്കണ്ട, അങ്ങനെ പറഞ്ഞു, കുണപ്പിക്കേണ്ട കാര്യമില്ല, ചേട്ടന്റെ കാര്യം നോക്കിക്കോന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്റെ വായിലുള്ള വേറെ വല്ലതൊക്കെ ഞാൻ വിളിച്ച് പറയൂട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ട് എന്തൊക്കെയോ ദുരൂഹതകൾ ഒരുപാടുണ്ട്. പുറത്തിടുവല്ല, അത് ഞാൻ വലിച്ചു പുറത്തിടും. മെഗാ സ്റ്റാർക്ക് ഒന്നും മേടിക്കണ്ടല്ലോ, സൂപ്പർ സ്റ്റാർ അത് പറയാൻ പറ്റില്ല. ഇല്ല. മറ്റേ ഈ ടെക്നിക്കൽ പരമായി നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഇപ്പൊ അതിനെക്കുറിച്ച് പറ്റിച്ചതാണ്. അതിപ്പോ അതിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഇല്ല, അത് ആ ടോപ്പിക്ക് വിട്ടേ. പേടിയാണോ? പേടിയല്ല, അത് ഞാൻ പുറത്ത് പറയുന്ന ഒരു സമയം വരും. ഇപ്പൊ ഞാൻ ഒരു സ്റ്റാൻഡ് ആയിട്ടില്ല. ബിഗ് ബോസിൽ പോയിട്ട് അവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ട് വിജയിക്കുന്ന കാര്യങ്ങളാണത്. വിജയിക്കും എന്നുള്ള 100% ഉറപ്പാ. വിഷ്ണു കൊച്ചിക്കാരന്റെ ബിഗ് ബോസ്, അതായത് മോഹൻലാലാണ് ആങ്കറെങ്കിൽ മോഹൻലാൽ പോലും നിന്ന് വിറക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ അതിൽ പറയണത്. ലാലേട്ടനെ വിറപ്പിക്കാണ്. ലാലേട്ടൻ വിറക്കും. അങ്ങനത്തെ സാധനം ആയിരിക്കും ഞാൻ പറയുന്നത്. മനസ്സിലായ? പലരെ ഒതുക്കാൻ നോക്കിയതും ഒരുപാടുണ്ട്. ഞാൻ ഒരുപാട് പേരുടെ ഒരു സ്റ്റോറി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, കേൾക്കുന്നവർക്ക് വിശ്വസിക്കണ്ടേ? ചുമ്മാ ഇരുന്ന് നമുക്ക് തള്ളാൻ പറ്റുമല്ലോ. ഇല്ല, അത് തള്ളല്ല, അത് ശരിയാവൂല പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഇതേപോലത്തെ ഒരു ഇന്റർവ്യൂല് വന്ന് പറയേണ്ട കാര്യങ്ങളല്ല. ഇന്റർവ്യൂ മോശമായിട്ടല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ സാധനം ഞാൻ ഓരോ സെൽഫിൽ വെച്ചിട്ടുണ്ട്. ആ സെൽഫിൽ നിന്ന് എനിക്കറിയാം അതുണ്ടെന്ന്. ഞാൻ പറഞ്ഞ ഓരോ ബോംബ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പൊട്ടിക്കാൻ വെച്ചേക്കണ ബോംബ് ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിക്കേണ്ട കാര്യമില്ല. ഇത്രയും ശ്രമിച്ചു, നിങ്ങൾ ആരും കേറിയില്ല, ഒന്നും ശ്രമിക്കാതെ അവൾ ഷെക്സിയാണ്, അവള് ഇത് പറയുന്ന ആ ആളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോയി. എനിക്ക് എന്ത് തോന്നുന്നു? 6 വരട്ടില്ല പോവില്ലെന്നുള്ള 100% ഉറപ്പാ. കാര്യം പുള്ളിക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പുള്ളി അമ്മേനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. ഓൾറെഡി പുള്ളി പറഞ്ഞു അമ്മേനെ പിരിഞ്ഞ് പുള്ളി നിക്കില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ പുള്ളി ഓടും. അല്ല, അതങ്ങനെ ഒരു കാര്യമുണ്ട്. 6 പോവില്ല ബിഗ് ബോസിൽ, അത് 100% ഉറപ്പാ. പുള്ളിക്ക് എന്നോട് പറഞ്ഞു, ഞാൻ അറിയാറുണ്ട്. ഓൾറെഡി ഫസ്റ്റ് വിളി വന്നത്. ശരി, 6 കളയാം. നിങ്ങൾ ഇത്രയും ശ്രമിച്ചു, ഇത്രയും നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ കോമഡി ആയിട്ടും ചളിയായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരും അല്ലാതെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേറൊരാളെയാണ് കൊണ്ടുപോയി. എനിക്ക് എന്ത് ഫീലിംഗ് ഇല്ല. നെഗറ്റീവ്. അതിന് എനിക്ക് ഒരുപാട് വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. അല്ല, എനിക്ക് ബിഗ് ബോസ് ഇനിയും വരുമല്ലോ. അല്ല, അങ്ങനെ വരില്ല. കാരണം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ ആരൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് ബിഗ് ബോസില്? ബിഗ് ബോസിൽ ഇപ്പൊ ഞങ്ങളുടെ വീട്ടില് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു അർഹതയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസിൽ ഇപ്പൊ കയറാൻ പറ്റിയ അർഹതയുള്ളത്. അഭിലാഷ് ആട്ടയും. കാരണം എന്താന്ന് വെച്ചാൽ പുള്ളി ഒരുപാട് നല്ല കലാകാരനാണ് പുള്ളി. ഒന്നാമത് ഒരുപാട് ചാനൽ പ്രോഗ്രാമിൽ പുള്ളി ചെയ്തിട്ടുണ്ട്, നമ്മളും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെക്കാട്ടും കൂടുതൽ പുള്ളി ചെയ്തിട്ടുണ്ട്, അറിയാലോ. അപ്പൊ ഏറ്റവും കൂടുതൽ അർഹൻ എന്ന് പറയാനായിട്ട് അഭിലാഷ് ആട്ടായുമാണ്. പിന്നെ ഇപ്പൊ പുള്ളി അല്ല, ഞാൻ പുള്ളിനോട് ചോദിക്കണ്ടല്ലോ. ഇപ്പൊ പുള്ളി കാണിക്കുന്ന കോമാളിത്തരം വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇതേപോലെ തന്നെ ഒരുപാട് വന്നിട്ട് അവസരങ്ങളും കിട്ടാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് പുള്ളി ഇങ്ങനെ ആയിപ്പോയതാ. എങ്ങനെ ആയിപ്പോയതാ? ഇപ്പോഴുള്ള വീഡിയോസുകൾ കണ്ടില്ലേ പുള്ളിയുടെ? അങ്ങനെ ആയിപ്പോയെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. പക്ഷെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അർഹത ഉള്ളത് അഭിലാഷ് ആട്ടയത്തിനാണ് ബിഗ് ബോസിൽ കയറാനായിട്ട് കൂടുതൽ അർഹതയുള്ളത്. അതായത് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ബിഗ് ബോസിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ രേണുസുതി പോയിട്ടുണ്ടല്ലോ. അത് നിങ്ങളുടെ തന്നെ ഒരു പാരലൽ യൂണിവേഴ്സ് അല്ലേ അത്? ഞാൻ രേണുസുതി പോയി കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെരേരയിട്ട് ഉടക്കായി. പെരേര എന്തോ ഷോർട്ട് ഫിലിമിലെന്തോ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ രേണുസുതി പറഞ്ഞു വരാൻ പറ്റില്ല. പിന്നെ പിറ്റേ ദിവസം രേണുസുതി മറ്റേ പെണ്ണും കൂടി വീഡിയോ ഇട്ടുണ്ടായി. കോമാളിത്തരം കാണിക്കാനായിട്ട് മേലെ വിളിക്കരുത്. അത് അവനോടാണ് പറഞ്ഞ. എൻ്റെ അടുത്തൊന്നും രേണു ചേച്ചി കണ്ടു കഴിഞ്ഞാൽ നല്ലോണം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഞാൻ സുധിച്ചേന്റെ ഫ്രണ്ടാണെന്ന് രേണു ചേച്ചിക്ക് നല്ലോണം അറിയാം, പേഴ്സണലി അറിയാം. അവരുടെ ഒരു ലൈഫ് ആ പോകുന്നത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇപ്പോൾ നിലവില്? രേണു ചേച്ചി ഇപ്പൊ എനിക്ക് ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഒന്നാമത്തെ പ്രശ്നം പുള്ളിക്കാരത്തിക്ക് അത്യാവശ്യം പുള്ളിക്കാരത്തി ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷം പുള്ളിക്കാരത്തി തന്നെ പറഞ്ഞു പുള്ളിക്കാരത്തിക്ക് സീരിയലിലൊന്നും അഭിനയിക്കാൻ താല്പര്യമില്ല. പുള്ളിക്കാരത്തിക്ക്
പുള്ളിക്കാരത്തേക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ ആൽബം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടാണ് അവരോട് സീരിയലിൽ അഭിനയിക്കണമെങ്കിൽ അഭിനയം വേണം അല്ലേ? ഇത് ആക്ടിങ് അറിയണം. അല്ല പുള്ളിക്കാഴ്ച പറഞ്ഞാൽ അതല്ലല്ലോ, കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്കൊരു വർക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ റീലാണ് കൂടുതൽ, പുള്ളിക്കാർക്ക് കൂടുതൽ ആൽബം ഇഷ്ടമെന്നാ പുള്ളി. ഓരോരുത്തർക്കും ഓരോന്നും ഇഷ്ടമില്ല ചേട്ടാ. ഇപ്പൊ ചേട്ടന്റെ ഇഷ്ടമായിരിക്കില്ല എന്റെ ഇഷ്ടം. എനിക്ക് സിനിമയിൽ അഭിനയിക്കണ ഇഷ്ടം, പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ കിട്ടണം, പക്ഷെ എനിക്ക് കിട്ടണൊക്കെ സീരിയലാ. അല്ലാതെ കിട്ടാത്തോണ്ടല്ല സീരിയലിലും സിനിമയിലും. അവർക്ക് കിട്ടിയിട്ട് അവര് പോവാത്തോണ്ടാന്ന് അവര് പറഞ്ഞല്ലോ, വീട്ടിട്ടുണ്ടായില്ല. വിളിക്കുന്നുണ്ട് അവർക്കൊക്കെ. ഇപ്പൊ ബിഗ് ബോസ് കൂടി കഴിഞ്ഞോണ്ട് അത്യാവശ്യം വർക്ക് വരുന്നുണ്ടല്ലോ. നല്ല കമ്പനിയാ. ആര്? അവരുമായിട്ട് രേണു ചേച്ചി ചേട്ടാ. പെരേരായിട്ട് നല്ല കമ്പനിയാ. രേണു ചേച്ചിയുടെ എനിക്കറിയാവുന്നത് സുധിച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ മറ്റേ ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞ കുരുവിപ്പാപ്പ ലാസ്റ്റ് സുധിച്ചേട്ടൻ ലാസ്റ്റ് അഭിനയിച്ച പടമാണ് കുരുവിപ്പാപ്പ. അന്ന് സംസാരിച്ച, അപ്പൊ അന്ന് വൈറലൊന്നുമല്ല ഞങ്ങള്. രേണു ചേച്ചി വൈറലല്ല, ഞാനും വൈറലല്ല. പിന്നെ ഈ പെരേര വൈറലായത് സോഷ്യൽ മീഡിയയില് ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ. അല്ല ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ അല്ല, സോറി, പെരേര ഒരു ആൽബത്തിൽ ചെന്നുണ്ടായി മലപ്പുറത്ത്. അന്ന് പെരേര എടുത്ത് കറക്കി. ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ ചെയ്ത് വൈറലായി കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ വൈറലായത് അലൻ ജോസ് പെരേര എടുത്ത് പുള്ളിക്കാരത്തിന്റെ അടുത്ത് കറക്കി. അത് മില്യൺ കണക്കിനാണ് പോയത്.